സ്നേഹികളെ, മേരിലാൻഡ് ഇടവക തിരുനാളിൻ്റെയും ഇടവക ദിനാഘോഷങ്ങളുടെയും പവിത്രമായ ഈ സന്ദർഭത്തിൽ നമ്മളെ ഒരുമിപ്പിക്കുകയും ഹൃദയങ്ങളെ ബന്ധിപ്പിക്കുകയും ചെയ്യുന്ന മനുഷ്യബന്ധങ്ങളുടെ മാധുര്യവും സ്നേഹത്തിൻ്റെ ചൈതന്യവുമെല്ലാം പകർന്നെടുക്കുന്ന ഒരു ചെറിയ കലാസൃഷ്ടി നിങ്ങൾക്ക് മുൻപിൽ ആദരവോടെ അവതരിപ്പിക്കട്ടെ. ഇടവക ജീവിതത്തിൻ്റെ സൗഹൃദമഴ പെയ്തു തീരാത്ത ആത്മീയ തീരങ്ങളിൽ നിന്നും ജന്മമെടുക്കുന്ന കൈകോർക്കലിൻ്റെയും കൂട്ടായ്മയുടെയും ഊഷ്മളതയുടെയും ജീവനുള്ള ചിത്രങ്ങളെ ഈ വേദിയിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നു. ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. അഭിനേതാക്കൾ കുട്ടിച്ചേട്ടൻ വടക്കേടത്ത്, നോയൽ കദളിയിൽ, നീനു ബിബിൻ കാര്യാങ്കൽ, ബാലതാരം ദിയ ബിജു വരിക്കമാക്കൽ, ലിജു പാമ്പക്കൽ, ജിജി ചവറനാനിക്കൽ, നർത്തകർ സൺഡേ സ്കൂൾ കുട്ടികൾ. സംവിധാനം ബിജു കദളിയിൽ. നന്ദിയുടെ വാക്കുകൾ. ഈ നാടകത്തിന് എല്ലാവിധ പിന്തുണയും നൽകി ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മേരിലാൻഡ് പള്ളിയുടെ ബഹുമാനപ്പെട്ട വികാരി ഫിലിപ്പ് വട്ടമറ്റത്തിൽ അച്ഛനും ഞങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകിക്കൊണ്ടിരിക്കുന്ന കൈക്കാരന്മാർക്കും പിന്നണി പ്രവർത്തകരായ എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കുന്നു. സ്നേഹാഭിവാദനങ്ങൾ. തിരക്ക് പിടിച്ച വർത്തമാനകാല ജീവിതത്തിൻ്റെ മത്സരപ്പാച്ചിലിൽ കൈവിട്ടു പോകുന്ന ബന്ധങ്ങൾ, മൂല്യങ്ങൾ, നിരാശ്രയത്വത്തിൻ്റെ ആശങ്കയിലേക്ക് വഴുതി വീഴുന്ന വാർദ്ധക്യവും ശൈശവവും, ചവിട്ടി മെതിക്കപ്പെടുന്ന അവരുടെ സ്വപ്നങ്ങൾ, അതിലേക്കൊരു എത്തിനോട്ടം. നിങ്ങളുടെ ഏവരുടെയും ശ്രദ്ധാപൂർവമായ വീക്ഷണം ഈ വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കുന്നു. ലിഡിയ വരച്ച ചിത്രം. അച്ഛനും അമ്മയും മക്കളുമെല്ലാം ഒന്നിച്ചു വാഴുന്ന ഗേഹം, സ്നേഹവും ത്യാഗവും എല്ലാരും ഒന്നിച്ച് പങ്കുവച്ചിടുന്ന ഗേഹം. ഈ ഗേഹമല്ലോ മണ്ണിലെ സ്വർഗം, ഈശ്വരൻ വാഴുന്ന ഗേഹം, ഈശ്വരൻ വാഴുന്ന ഗേഹം. നാൻസി, ലിറ്റിൽ ഫ്ലവറിൽ 3 വേക്കൻസിയേ ഉള്ളൂ. ലിഡിയ മോളെ നാളെ തന്നെ ചേർക്കണം. എനിക്ക് ഇവളെ ലോക്കസിൽ ചേർക്കാനായിരുന്നു താല്പര്യം. അത് ഞാൻ നിന്റെ ഇഷ്ടത്തിന് വിടുന്നു. പക്ഷെ മാത്യു, ഒരു കാര്യം, ഡോക്ടർ ആവാൻ വേണ്ടിയാ നമ്മൾ ഇവളെ പഠിക്കാൻ അയക്കുന്നത്. നാൻസി, നിന്റെ ഈ പിടിവാശി ഉണ്ടല്ലോ, അത് നടക്കില്ല. ലിഡിയ ജോസഫ് IAS കാരിയായ മതി. എനിക്കാണോ പിടിവാശി, അതോ നിനക്കോ? എന്റെ മകളുടെ ഫ്യൂച്ചർ അത് ഞാൻ തീരുമാനിക്കും. ആഹാ, നിന്റെ മകളോ? ഞാൻ ഇവളുടെ അമ്മയാ. അല്ലെങ്കിലും ഷെയർ മാർക്കറ്റിലെ കുതിര കച്ചവടം നോക്കാനല്ലേ നിനക്ക് നേരമുള്ളൂ. ഈ വട്ടപ്പറമ്പിൽ മാത്യു ജോസഫ് എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ അത് ഷെയർ മാർക്കറ്റിലെ കാശ് കൊണ്ട് തന്നെയാടി. 24 അവറും കമ്പനി എന്ന് പറഞ്ഞ് നടക്കുന്ന നീയാണോ മകളെ കാര്യങ്ങൾ നോക്കുന്നത്? എനിക്ക് എന്റെ കരിയർ ശ്രദ്ധിക്കണ്ടേ? ഞാൻ അതിൽ എക്സ്പെർട്ട് ആയതുകൊണ്ടാ പ്രമോഷൻ കിട്ടിയത്. ആ മോളെ ലിഡിയ, നാളെ അഡ്മിഷന് ചെല്ലുമ്പോ അവർ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. ഞാൻ സെൻഡ് ചെയ്ത വീഡിയോസ് ഒക്കെ നീ കണ്ടോ? മമ്മി, ഞാൻ കണ്ടോളാം. ഓ, എന്ത് പറഞ്ഞാലും ഞാൻ കണ്ടോളാം, ഞാൻ പഠിച്ചോളാം. എപ്പൊ നോക്കിയാൽ ഒരു ചിത്രം വരാം. ദേ, നിന്നെ മുറിയിലിട്ട് പൂട്ടും ഞാൻ. എന്റെ കണ്ണ് വേദനിച്ചിട്ട് വയ്യ. ഒന്ന് പഠിക്കാൻ പറഞ്ഞ കണ്ണു വേദന, ചെവി വേദന. നീയൊന്നും ഒരു കുഞ്ഞുമാവാൻ പോണില്ല. വെറുതെയാ ഞാൻ കാണുന്ന സ്വപ്നം. സത്യായിട്ടു എന്റെ കണ്ണിന് വല്ലാത്ത പെയിൻ. ദേ, ഡോക്ടർ ആവാൻ പോകുന്നവൾ പറയുന്നത് കേട്ടില്ലേ? ലിഡിയ, പറ, നിനക്ക് ആരാവാനാ ഇഷ്ടം? ഡോക്ടറോ അതോ IAS കാരിയോ?
എനിക്ക് LKG-യിലെ സൂസൻ മിസ്സിനെ പോലെ ആയാ മതി. ഓ നശിപ്പിച്ചു. അവളുടെ ഈ ഒരു LKG മിസ് നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പാപ്പന്റെ ലിഡിയ കൊച്ചിന്റെ മുഖത്ത് എന്തോന്നാ ഒരു സങ്കടം. ഒന്നുമില്ല അപ്പാപ്പ. അങ്ങനെ പറഞ്ഞാ ശരിയാവില്ല. എനിക്കറിയാം, കമ്പ്യൂട്ടറിന്റെ മുമ്പിലിരുന്ന് കാശുണ്ടാക്കുന്നതിനിടയില് എൻ്റെ കുഞ്ഞിന്റെ കാര്യം ശ്രദ്ധിക്കാൻ ഇവിടെ ആർക്കും നേരമില്ല. അപ്പാപ്പൻ എന്നോട് സ്നേഹാണോ? സ്നേഹാണോന്നോ? അതെന്നാ ചോദ്യമാ? ഒത്തിരി ഒത്തിരി സ്നേഹമാ. ഒത്തിരി എന്ന് പറഞ്ഞാൽ ഭൂമിയോളം അല്ല, ആകാശത്തോളം. ഒത്തിരി ഒത്തിരി ഒത്തിരി. ആ ഈ ചിരി കാണാനല്ലേ അപ്പാപ്പൻ ഇവിടെ നിൽക്കുന്നത്. പക്ഷെങ്കില് ഈ അപ്പാപ്പനെ ഇവിടെ ആർക്കും വേണ്ട മക്കളെ. അപ്പാപ്പാ, ഓ അപ്പോഴേക്കും കണ്ണു നിറഞ്ഞോ? ഈ ലിഡിയ മോൾക്കേ അപ്പാപ്പനെ ഒത്തിരി ഇഷ്ടവാ. എന്ത് പറ്റി മോളെ? എന്റെ കണ്ണിന് വല്ലാത്ത വേദന. അത് സദാസമയവും ഈ കമ്പ്യൂട്ടറും മൊബൈലും ഒക്കെ നോക്കി നിന്നിട്ടാടി. ഇത്തിരി നേരം കളിക്കാൻ പോലും പപ്പയും മമ്മിയും സമ്മതിക്കില്ല. പടം വരയ്ക്കാനും ഡാൻസ് കളിക്കാനൊക്കെ ഇഷ്ടമാണെന്ന് പറഞ്ഞാലോ അപ്പ വഴക്ക് പറയും. എന്നാലേ അതൊക്കെ ഈ അപ്പാപ്പൻ സാധിപ്പിച്ചു തരും. പപ്പയും മമ്മിയും വഴക്ക് പറയില്ലേ? ഞാനേ അപ്പാപ്പന്റെ പടം വരച്ചിട്ടുണ്ട്. അപ്പാപ്പ, ഈ തോമസ് ലീഹ ആരാ? അതോ പറഞ്ഞു തരാം. യേശുവിന്റെ ഏറ്റവും വലിയ ശിഷ്യനായിരുന്നു തോമാസ് ലീഹ. എല്ലാം കണ്ടും തൊട്ടും വിശ്വസിക്കുന്നവൻ. എൻ്റെ മോള് സൺഡേ സ്കൂളിൽ പോകുമ്പോ എല്ലാം പഠിക്കും. സൺഡേ സ്കൂളിൽ പോകാനും എന്നെ സമ്മതിക്കത്തില്ല. നമുക്ക് മലയാറ്റൂർ പെരുന്നാളിന് പോകണം. അപ്പൊ തോമാസ് ലീഹയെ കുറിച്ച് കൂടുതൽ അറിയാം. പ്രോമിസ്? പ്രോമിസ്. ലിഡിയ, റൂമിൽ ചെന്നിരുന്ന് പഠിക്കേ. മമ്മി, ഞാൻ ഇത്തിരി നേരം കൂടി അപ്പാപ്പന്റെ അരികത്ത് നിന്നോട്ടെ. ലിഡിയ, ഗോ ടു യുവർ റൂം. ചെല്ലടി. അവിടെ ഒരു അപ്പാപ്പൻ. കൊച്ചിന്റെ കണ്ണ് നല്ല വേദനയുണ്ട്. കണ്ണാണ്, ശ്രദ്ധിക്കണം. അവൾ അങ്ങനെ പലതും പറയും. കള്ളമാ. ഉള്ള മനസ്സിൽ കള്ളമില്ലെന്നാ. ഭാവിയിൽ ഡോക്ടർ ആവേണ്ട കൊച്ചാ. ദയവ് ചെയ്ത് അവളുടെ ഫ്യൂച്ചർ സ്പോയിൽ ചെയ്യരുത്. മക്കളെ, ആകെ കൂടി ഒന്നേ ഉള്ളൂ. സ്നേഹിക്കേണ്ടിടത്ത് ശകാരിച്ചാൽ പിന്നീട് ദുഃഖിക്കേണ്ടതായിട്ട് വരും. എന്റെ മോളെ എങ്ങനെ വളർത്തണമെന്ന് എനിക്കറിയാം. ആയിക്കോട്ടെ, കൊച്ചിന് പടം വരയ്ക്കാനും ഡാൻസ് പഠിക്കാനും ഒക്കെ വലിയ ആഗ്രഹമാണ്. അതൊരു തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവളുടെ ആഗ്രഹത്തിന് വിട്ടുകൊടുത്താൽ ശരിയാവില്ല. അവളെ സൺഡേ സ്കൂളിൽ ചേർക്കുന്നില്ലേ? വേദപാഠവും വേണ്ടെന്നാണ്. നോക്കാം. നിങ്ങൾ അവളെ വഷളാക്കാതിരുന്നാ മതി. എന്റെ കർത്താവേ, കാത്തോളണേ. ആമേൻ. ഹലോ വിനോദ്, സണ്ണി, തന്നെ ഒന്ന് കാണാൻ കിട്ടുന്നില്ലല്ലോ. ഓ, അവൻ ഈ ഓൺലൈൻ ബിസിനസ് വിട്ടുവരാൻ ടൈമില്ലല്ലോ. എടാ മാത്യു, നീ കാശൊക്കെ എന്താക്കുവടാ? ജീവിച്ചു പോണ്ടേ മച്ചാനെ. പിന്നെ എന്തൊക്കെയാ വിശേഷങ്ങള്?
നിങ്ങളുടെ ബിസിനസിനെ പറ്റിയൊക്കെ ഞാൻ അറിയുന്നുണ്ട്. എടാ സണ്ണി, താൻ തന്നെ ഇടവകപ്പള്ളിയിൽ ഒരു പൊന്നും കുരിശ് കൊടുത്തത് സോഷ്യൽ മീഡിയയിൽ കണ്ടു. നമ്മളേതായാലും പള്ളിയിലൊന്നും മര്യാദയ്ക്ക് പോകുന്നില്ല. എങ്കിൽ പിന്നെ അതെങ്കിലും ആകട്ടെ എന്ന് കരുതി. ഓ, നമ്മുടെ നിരക്കിനെ പറ്റി കർത്താവിന് അറിയാത്തതല്ലോ സണ്ണി. തിരക്കിനിടയിൽ നിങ്ങളെ കർത്താവ് മറക്കത്തില്ല, പക്ഷെ നിങ്ങള് കർത്താവിനെ മറക്കാതിരുന്നാ മതി. ആ വിനോദേ, നമുക്ക് വന്ന കാര്യം പറയാം. മാത്യു, ഞങ്ങൾ ദുബായിൽ ഒരു ഹോട്ടൽ തുടങ്ങാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട്. ഒരു ഇറാനിയൻ കമ്പനിയുമായി ടൈപ്പ്. സംഗതി ഇത്തിരി കോസ്റ്റ്ലിയാ. ദേ, താനൊന്ന് സഹായിക്കണം. നമ്മൾ 3 പേരും ആവുമ്പോ ടെൻഷനില്ല. എന്തെങ്കിലും ബിസിനസ് തുടങ്ങണമെന്ന് ഞാനും വിചാരിച്ചതാ. പക്ഷേ ദുബായ് എന്നൊക്കെ പറയുമ്പോ എന്റെ മാത്യു, ബിസിനസ് സെക്യൂരിറ്റിയുടെ കാര്യത്തിൽ ബെറ്റർ ദുബായ് ആടാ. അടുത്ത മാസം നമ്മൾ ദുബായിലോട്ട് പോകുന്നു. പ്രോജക്ട് ഡിസ്കഷൻ ആൻഡ് ഡിസൈനിങ്, 1 മാസത്തെ ട്രിപ്പ്. ആ, നിങ്ങൾ പ്ലാൻ ചെയ്തതല്ലേ, ആലോചിക്കാം. മതിയടാ, താൻ ആലോചിക്കാമെന്ന് പറഞ്ഞാൽ അത് ഉറപ്പാ. അപ്പൊ ശരി, ഇച്ചിരി ബിസിയാടാ. എടാ, ഞാനൊരു ചായ ഇടാം. നാൻസി ഓഫീസിൽ പോയതാ. ഇപ്പം വേണ്ടടാ, ഞങ്ങളും ഇത്തിരി തിരക്കിലാ. നീ വരുന്നോ? നമുക്കൊന്ന് കൂടാം. വേണ്ട വേണ്ട, ഇന്നില്ല. നിങ്ങൾ വിളിച്ചാ മതി. ഓ ശരി, ഓക്കെ ഓക്കെടാ. ഓക്കെ, ബൈ. മാത്യു, കൊച്ചിൻ്റെ കണ്ണിനെ സദാസമയവും കമ്പ്യൂട്ടറിൻ്റെയും മൊബൈലിൻ്റെയും മുമ്പിലിരുന്നിട്ടുള്ള കുഴപ്പമാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. നട്ടലിനും പ്രശ്നം വരാൻ സാധ്യതയുണ്ടത്രേ. അപ്പ കമ്പ്യൂട്ടർ മൊബൈലും ഒന്നും യൂസ് ചെയ്യാതെ ഇക്കാലത്ത് ജീവിക്കാൻ പറ്റില്ല. അങ്ങനെയല്ല മക്കളെ, ഇത്തിരി വിശ്രമം കൊടുക്കണമെന്നാ പറഞ്ഞതിനർത്ഥം. ഓ, ഡോക്ടർ പറഞ്ഞതോ അതോ അപ്പാപ്പ പറയിപ്പിച്ചതോ? കൊച്ചിനെ IAS-കാരിയും ഡോക്ടറും ഒക്കെ ആക്കുന്നതിന് മുമ്പ് നിങ്ങളെ മകളായി വളർത്താൻ നോക്ക്. ഇല്ലെങ്കിലേ കൊച്ചിൻ്റെ കണ്ണ് മാത്രമല്ല, മനസ്സും കേടാവും. അപ്പൻ ജീവിച്ച കാലമല്ലിത്. കാലത്തിനനുസരിച്ച് മാറിയില്ലെങ്കിൽ ഔട്ടായി പോവാപ്പ. മക്കളെ, സന്ധ്യാനേരമുള്ള പ്രാർത്ഥനയ്ക്ക് പകരം സീരിയൽ കാണുന്ന പരിഷ്കാരത്തിനോട് അപ്പന് യോജിപ്പില്ല. അപ്പന് യോജിപ്പുണ്ടോ എന്നതല്ല പ്രശ്നം. പിന്നെ 70-കാരന്റെ ചിന്തക്കനുസരിച്ച് 7 വയസ്സുകാരിയെ വളർത്താനാവില്ല എന്നാ ഞാൻ പറഞ്ഞത്. അങ്ങനെ മോനെ, ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി പരിശീലിപ്പിച്ചാൽ വാർദ്ധക്യത്തിലും അതിൽ നിന്നും വ്യതിചലിക്കുകയില്ലെന്ന സുഭാഷിതം. ഒരു സുഭാഷിതം. മാത്യു, നെക്സ്റ്റ് മന്ത് കമ്പനി ബിസിനസ് ട്രിപ്പ് ഓസ്ട്രേലിയക്കാ. 40 ദിവസത്തെ ട്രിപ്പാ. എനിക്ക് പോണം. നാൻസി, അത് ശരിയാവില്ല. അടുത്ത മാസം എനിക്കും ദുബായിലേക്ക് ഒരു ട്രിപ്പ് ഉണ്ട്. 1 മാസത്തെ ബിസിനസ് ട്രിപ്പ്. അതിനെന്താ, നമുക്ക് 2 പേർക്കും പോകാലോ. അപ്പനോടെ നിങ്ങളെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോകാൻ പറയണം. ഗ്ലോറിയ ചേച്ചിക്കും അപ്പന്റെ കാര്യത്തിൽ ഉത്തരവാദിത്വം ഉണ്ടല്ലോ. ആ, അപ്പൊ മോളെ എവിടെ നിർത്തും? അവളെ 1 മാസം ചിൽഡ്രൻസ് കെയർ സെന്ററിലാക്കാം. ഇത്തിരി കാശാകും, സാരമില്ല. പഠനവും നടക്കും, നല്ല മോട്ടിവേഷനും കിട്ടും. ലിഡിയ, ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ ലെസൺസ് പഠിച്ചോ? ദേ, ക്ലാസ്സിൽ നീയായിരിക്കണം ഫസ്റ്റ്. മമ്മി, കണ്ണിന് റെസ്റ്റ് കൊടുക്കണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അത് ജലസി കൊണ്ടാ. ഒരു ഡോക്ടർക്ക് ഡോക്ടർ ആകാൻ പോകുന്നവളോടുള്ള അസൂയ. അങ്ങനല്ല മമ്മി, അപ്പാപ്പനോട് ചോദിച്ചു നോക്ക്. മിണ്ടരുത്. അപ്പാപ്പനാണല്ലോ നിന്റെ റോൾ മോഡൽ. പപ്പയ്ക്കും മമ്മിക്കും എന്നോട് സ്നേഹമില്ല. പപ്പ, എന്നെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോവോ? പപ്പയുടെ കൈ പിടിച്ച് നടക്കാൻ കൊതിയാവുന്നു. പപ്പ, ഞാൻ സൺഡേ സ്കൂളിൽ ചേർന്നോട്ടെ? അപ്പാപ്പൻ എങ്ങോട്ടാ? അപ്പാപ്പൻ കുറച്ച് ദിവസം ഗ്ലോറി ആന്റിയുടെ അടുത്ത് നിൽക്കാൻ പോവുക. അപ്പോ ഇവിടെ എനിക്കാരാ? അത് മോളെ, മമ്മിയും പപ്പയും 1 മാസത്തെ ടൂർ പോകുക.
മോളെ ഏതോ ഒരു വലിയൊരിടത്താക്കുകയാണെന്നാ പറഞ്ഞത്. അവിടെ നല്ല സുഖാണത്രേ. ഞാൻ എവിടെയും പോകില്ല. അപ്പാപ്പ, ഞാൻ അപ്പാപ്പന്റെ കൂടെ വരട്ടെ? അയ്യോ, അത് പറ്റത്തില്ല. മോൾക്ക് സ്കൂളിൽ പോകണ്ടേ? നന്നായി പഠിക്കണം കേട്ടോ. ഒരു മാസം കഴിഞ്ഞാൽ അപ്പാപ്പനിങ്ങ് വരില്ലേ? എന്നെ ഒത്തിരി ഇഷ്ടാന്ന് പറഞ്ഞിട്ട് അത് ഇഷ്ടം തന്നെയാ. ഒക്കെ ചുമ്മാ പറയുന്നതാ, എനിക്കറിയാം. അത് മോളെ, മോള് നന്നായി പഠിക്കണം കേട്ടോ. കൊച്ചിനെ സെന്റി അടിപ്പിച്ച് നശിപ്പിക്കാതെ പോകുന്നുണ്ടോ? പോണം. പിന്നെ കൊച്ചിന്റെ കണ്ണിലും മരുന്നൊഴിക്കാൻ മറക്കരുത്. ആ മമ്മി, അപ്പാപ്പന്റെ കൂടെ ഞാനും പോട്ടെ? ലിഡിയ, അകത്ത് പോകാൻ. ലിഡിയ, ഓ ഈ പ്രായമായവരെ കൊണ്ടുള്ള ഒരു ശല്യമേ. ഇവിടെ വരി. അപ്പാപ്പ, ഇവിടെ വരാൻ. അപ്പാപ്പ. ലിഡിയ, ലിഡിയ. ഓ എന്റെ നാൻസി, ബഹളം വയ്ക്കാതെ. അവർക്കെന്താ ചെവി കേൾക്കില്ലേ? ലിഡിയ, ലിഡിയ. അതെ, ഞാൻ വിളിക്കാം. ഓക്കെ, റൈറ്റ്. മാത്യു, ലിഡിയെ കണ്ടോ? ഇല്ല, അവളെന്താ റൂമില്ലേ? ഇല്ല, അതുകൊണ്ടല്ലേ ചോദിച്ചത്. ഇവളിത് എവിടെ പോയി? ലിഡിയ, ലിഡിയ. നീ അലറാതെ. അവൾ ബാത്റൂമിലോ മറ്റും ഉണ്ടാവും. അവിടെ ഒക്കെ ഞാൻ നോക്കി. എന്റെ മാത്യു, ഒന്ന് നോക്ക്. എനിക്കെന്തോ അവളിങ്ങനെ മാറി നിൽക്കാറില്ല. ലിഡിയ, എവിടെയാ നീ ഉള്ളത്? ഞാൻ കുറച്ച് മയങ്ങിപ്പോയി. പടം വരച്ചതിന് നീ അവളെ വഴക്ക് പറഞ്ഞില്ലേ? അത് കേട്ടാ ഞാൻ ഉണർന്നതേ. അവള് പിണങ്ങി മാറിയിരിക്കുന്നുണ്ടാവും. മോളെ, എവിടെയാ നീ ഉള്ളത്? ടെറസിൽ വരെ ഞാൻ ചെന്ന് നോക്കി. അവിടെയും അവളില്ല. നീ ഒന്ന് പുറത്തിറങ്ങി അന്വേഷിക്കേ. അതാ അവിടെ പണിക്കാരുണ്ടല്ലോ, അവരോട് ചോദിക്കേ. ഹലോ, ആ ചേച്ചി, ലിഡി അങ്ങോട്ട് വന്നോ? ഓ ആ ശരി ചേച്ചി, ഓക്കെ. അവൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. മാത്യു, എന്തായി? അവരാരും കണ്ടിട്ടില്ല. നമ്മുടെ മോള്. നീ ടെൻഷൻ അടിക്കാതെ നാൻസി. ഇവിടെ എങ്ങും അവളില്ല, അതെനിക്ക് ഉറപ്പാ. എന്റെ കർത്താവേ, ഞാൻ കിച്ചണിലായിരുന്നു. നീയാണെങ്കിൽ നല്ല ഉറക്കൂ. ഇറങ്ങിപ്പോയാ, അല്ലെങ്കിൽ ആരെങ്കിലും അവളെ. ഒരു പക്ഷെ അവൾ അപ്പുറത്തെ വീട്ടിലുണ്ടാവും. വാക്ക് പറയാനല്ലാതെ നല്ല വാക്ക് പറയാൻ നിനക്ക് സമയമില്ലല്ലോ. ഇപ്പൊ കുറ്റം എനിക്കായല്ലോ. നീ അവളോട് നല്ല വാക്ക് പറയാറുണ്ടോ? നീ പോലീസിനെ വിളിച്ചിട്ടൊന്നും കാര്യമില്ല. അവർക്ക് റിട്ടേൺ കംപ്ലൈന്റ് കൊടുക്കണം. എങ്കിൽ ചെല്ല് പ്ലീസ്. CCTV ഫുട്ടേജ് പരിശോധിച്ചാൽ അറിയാം. അധികം സമയമൊന്നും ആയിട്ടില്ലല്ലോ. ടെൻഷൻ അടിക്കാതെ നാൻസി. നിനക്കിപ്പോഴും കാര്യത്തിന്റെ ഗൗരവം മനസ്സിലായില്ലേ മാത്യു? അല്ല, അപ്പനെ വിളിച്ചു പറഞ്ഞാലോ? എന്തിന്? കൊച്ചിനെ ശ്രദ്ധിച്ചില്ലെന്ന് കുറ്റപ്പെടുത്താനോ? നീ ഒന്ന് സ്റ്റേഷനിൽ പോകുന്നുണ്ടോ? ഞാൻ എന്റെ മരുന്നിന്റെ കുറിപ്പടി എടുക്കാൻ വന്നതാ. ഇപ്പൊ തന്നെ പോയേക്കാം. അപ്പാ, ലിഡിയ മോളെ കാണാനില്ല. എന്നതാ പറഞ്ഞത്? എന്റെ കൊച്ചിനെ കാണാനില്ലെന്നോ? അപ്പനെ വിളിക്കാനിരുന്നതാ. എന്നെ എന്തിനു വിളിക്കണം? കർത്താവിനെ വിളിക്കേ. ഈ നരകത്തിൽ നിന്നും എന്റെ കൊച്ചു രക്ഷപ്പെട്ടു പോയതാ. നിങ്ങൾ സ്നേഹിച്ചത് മക്കളെ അല്ലല്ലോ. ഒരാൾ ഡോക്ടറെ, മറ്റൊരാൾ IAS കാരിയെ. മതിയായില്ലേ നിങ്ങൾക്ക്? അപ്പാ, അപ്പം പറഞ്ഞില്ല എന്താ തെറ്റ്? നിങ്ങൾ 24 മണിക്കൂറും കൊച്ചിന് വേണ്ടിയാ ജീവിച്ചിരുതെന്ന് പറയും. എന്നിട്ടോ ഒരു മിനിറ്റ് അവൾക്ക് വേണ്ടി ചെലവഴിക്കില്ല. നല്ലൊരു വാക്ക് പറയില്ല. സൺഡേ സ്കൂളിൽ ചേർക്കാനോ പള്ളിയിൽ കൊണ്ടുപോകാനോ താല്പര്യമില്ല. വരയ്ക്കരുത്, ഡാൻസ് ചെയ്യരുത്. മക്കളെ, സ്നേഹത്തിന് പകരം വെക്കാൻ മറ്റൊന്നില്ല. അപ്പാ, ഞാനാ തെറ്റുകാരി. എന്റെ മാതാവേ. ഓ, ഇപ്പോഴാ മാതാവിനെ വിളിക്കുന്നത്. ആരാധിക്കാത്തവന്റെ ദൈവസേവനം കർത്താവ് ആഗ്രഹിക്കുന്നില്ല. അപ്പന് ഇവിടുന്ന് പോയതിലാ അവൾക്ക് ഏറെ സങ്കടം. അപ്പനെ പറഞ്ഞയച്ചത് തീരെ ശരിയായില്ല. ഒരിറക്കം
ഞാൻ പ്രതീക്ഷിച്ചതാ. മാത്യു, നീ ചെല്ല്. സമയം വൈകുന്തോറും എനിക്കെന്തോ. അപ്പാ, ഞാൻ പോലീസിനൊരു കംപ്ലൈന്റ് കൊടുത്തിട്ട് വരാം. അതുവരെ അപ്പൻ എങ്ങോട്ടും പോകരുത്. പോകാൻ വരട്ടെ. കുറച്ച് മണിക്കൂറുകൾ മകളെ കാണാതിരിക്കുമ്പോഴേക്കും നിങ്ങളുടെ നെഞ്ചിടിപ്പ് കൂടി ഇല്ലേ? അത് പിന്നെ അപ്പാ, എന്റെ മോള്. എനിക്ക് മനസ്സിലാകും. കാരണം ഞാനും ഒരപ്പനാ. മോളെ, ഇടിയ മോളെ, കേറി വാ. ഇവളെ കാണാതിരുന്നപ്പോ വല്ലാത്ത വീർപ്പുമുട്ടൽ. അങ്ങനെയാ ഇവിടേക്ക് വന്നത്. കൊച്ചാണെങ്കിൽ ഈ കൂട്ടിൽ കിടന്ന് ശ്വാസം മുട്ടുകയാണ്. അതുകൊണ്ട് ഞങ്ങളൊരു നാടകം കളിച്ചു. ഒരു കാര്യം ഞാൻ പറയാം, ഇനിയും എൻ്റെ കൊച്ചിനെ വേദനിപ്പിച്ചാൽ ഞങ്ങൾ ഇറങ്ങും. മോളെ, എന്റെ പൊന്നു മോളെ, നീ പേടിപ്പിച്ച് കളഞ്ഞല്ലോ. പപ്പയോട് ക്ഷമിക്കും മോളെ. മോളെ ഇഷ്ടമോ മനസ്സോ അറിയാൻ ഞങ്ങൾ ശ്രമിച്ചില്ല. മക്കളെക്കുറിച്ച് മാതാപിതാക്കൾക്ക് പ്രതീക്ഷയാവാം. അമിത പ്രതീക്ഷയാൽ കുഞ്ഞുങ്ങൾക്കുള്ള സ്നേഹവും വാത്സല്യവും നിരസിക്കരുത്. അവർക്കും ഇഷ്ടാനിഷ്ടങ്ങൾ കാണും. കൊച്ചു കൊച്ചു സന്തോഷങ്ങൾക്ക് വേണ്ടി കുഞ്ഞു കുഞ്ഞു സ്വപ്നങ്ങൾ സാധിപ്പിച്ചു കൊടുക്കാൻ നമ്മൾ കൂടെ നിൽക്കണം. അപ്പാ, എല്ലാം മനസ്സിലായി. ഇവളോട് മാത്രമല്ല, അപ്പനോട് ഞാൻ തെറ്റ് ചെയ്തു. ക്ഷമിക്കണം. ക്ഷമ ചോദിക്കേണ്ടത് കർത്താവിനോടാ. മോളെ, നീ നീ ഞങ്ങളെ. ശരി, എങ്കില് ഞാൻ വരട്ടെ. അപ്പാപ്പാ, ഞാനും വരും. ആരും എവിടെയും പോകുന്നില്ല. ഞാൻ എന്റെ ടൂറ് ക്യാൻസൽ ചെയ്തു. ഞാനും. ഇനി പോകുന്നെങ്കിൽ നമ്മൾ ഒരുമിച്ച്. മക്കളെ, മറ്റു രാജ്യങ്ങൾ കാണുന്നതിന് മുമ്പ് ചുറ്റുപാടുമൊന്ന് കാണുവാനുള്ള മനസ്സുണ്ടാകണം. കൂടുമ്പോൾ ഇമ്പമുള്ളതാ കുടുംബം. ഇനി അപ്പൻ ഒന്നും പറയണ്ട. കഴിഞ്ഞ കുറച്ച് സമയത്തിനുള്ളിൽ ഞങ്ങൾക്കതെല്ലാം മനസ്സിലായി. അപ്പാപ്പാ, ഇന്ന് ഞാൻ വരച്ച പടം എങ്ങനെയുണ്ട്? ഒരു നല്ല കുടുംബം. എന്റെ ക്യാപ്ഷൻ എങ്ങനെയുണ്ട്? നന്നായി മക്കളെ.